നമസ്കാരം, കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ വാർത്തകൾ. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ദീർഘകാല പദ്ധതികളുമായി കുവൈറ്റ് 2030ഓടെ 3.7 ജിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് നൽകുമെന്ന വ്യവസ്ഥയിൽ കുവൈറ്റ് പെട്രോളിയവുമായി സർക്കാർ കരാറിലെത്തി. സമീപഭാവിയിൽ രാജ്യത്ത് അനുഭവപ്പെട്ടേക്കാവുന്ന വൈദ്യുതി പ്രതിസന്ധി മറികടക്കുന്നതിനുള്ള വിവിധ പദ്ധതികളുടെ ഭാഗമായാണ് കരാർ എന്നാണ് റിപ്പോർട്ടുകൾ. ഗ്ലോബൽ ഓപ്പറേറ്റർ മാതൃകയിലൂടെ നടപ്പാക്കുന്ന പദ്ധതിക്കായി 30 വർഷം വരെ നീളുന്ന ധാരണാപത്രത്തിൽ കുവൈറ്റ് പെട്രോളിയവുമായി സർക്കാർ ഒപ്പുവെച്ചതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. സോളാർ എനർജി ഉൾപ്പെടുന്ന വൻകിട വൈദ്യുതി പദ്ധതി 2030 മുമ്പ് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുവൈറ്റ് പെട്രോളിയം കമ്പനി. പദ്ധതി പ്രാബല്യത്തിലാകുന്നതോടെ രാജ്യത്തെ വൈദ്യുതി പ്രതിസന്ധി പൂർണ്ണമായി പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. കുവൈറ്റിലെ ജനസംഖ്യയിൽ വർധന രേഖപ്പെടുത്തി സെൻസസ് റിപ്പോർട്ട്. ഒരു വർഷ കാലയളവിനുള്ളിൽ ജനസംഖ്യയിൽ 1,20,000 പേരുടെ വർധനയാണ് രേഖപ്പെടുത്തിയത്. കുവൈറ്റ് സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ സെൻസസ് റിപ്പോർട്ടിലാണ് ജനസംഖ്യയിലെ വർധനവ് സംബന്ധിച്ച കണക്കുകൾ ഉള്ളത്. 2024 ജനുവരി 1 അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ട് അനുസരിച്ച് സ്വദേശികളും വിദേശികളും അടക്കം 49,13,271 പേർ രാജ്യത്ത് താമസിക്കുന്നുണ്ട്. 2023 ജനുവരിയിൽ 47,93,568 പേരുണ്ടായിരുന്ന സ്ഥാനത്താണ് ഈ വർധനവ്. ഒരു വർഷത്തിനിടെ 1,20,000 പേരുടെ വർധനവ് ജനസംഖ്യ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. സെൻസസ് പ്രകാരം വിദേശികളുടെ പകുതിയിലും താഴെയാണ് കുവൈത്ത് പൗരന്മാരുടെ എണ്ണം. 15,45,781 കുവൈത്ത് പൗരന്മാരുടെ എണ്ണം. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 15,17,076 സ്വദേശികളുടെ എണ്ണം. സ്വദേശികളുടെ എണ്ണത്തിൽ 28,705 പേരുടെ വർധനവാണ് ഉണ്ടായത്. ഇന്ത്യക്കാരുൾപ്പെടെ 33,67,490 വിദേശികൾ കുവൈത്തിൽ താമസിക്കുന്നുണ്ട്. 99,098 പേരുടെ വർധനയാണ് മുൻ വർഷത്തെ അപേക്ഷിച്ച് വിദേശികളുടെ എണ്ണത്തിൽ ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. കായംകുളം NRIസിന്റെ 20ാം വാർഷികം ആഘോഷിച്ചു. അബ്ബാസിയ ആസ്പയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സൂര്യ കൃഷ്ണമൂർത്തിയുടെ മെഗാ ഷോ അഗ്നി 3 അരങ്ങേറി. നൃത്ത, സംഗീത, ദൃശ്യാവിഷ്കാരങ്ങളിലൂടെ കലാസ്വാദകരെ വിസ്മയിപ്പിച്ച സൂര്യ കൃഷ്ണമൂർത്തിയുടെ അഗ്നി 3 എന്ന മെഗാ ഷോ ആയിരുന്നു വാർഷികാഘോഷത്തിന്റെ ഹൈലൈറ്റ്. കുവൈത്തിന്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ഥാപനങ്ങളെയും വ്യക്തികളെയും ചടങ്ങിൽ ആദരിച്ചു. മുസ്തഫ ഹംസ, KS വർഗീസ്, ജെഫ് ചാക്കോ തുടങ്ങിയവർ സൂര്യകൃഷ്ണമൂർത്തിയിൽ നിന്ന് ആദരം ഏറ്റുവാങ്ങി. ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് BS പിള്ള അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വഹാബ് റഹ്മാൻ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ KG ശ്രീകുമാർ നന്ദിയും പറഞ്ഞു. വാർഷിക സുവനീർ കൺവീനർ സതീഷ് C പിള്ളയ്ക്ക് നൽകി സൂര്യകൃഷ്ണമൂർത്തി പ്രകാശനം ചെയ്തു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാ കുവൈറ്റ് സംഘടിപ്പിച്ച ബാലകലാമേള 2024 കാഴ്ചക്കാരുടെ മനം കവർന്ന സർഗോത്സവ വേദിയായി. കുവൈറ്റിലെ 28 ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നായി 1000ഓളം വരുന്ന മത്സരാർത്ഥികൾ മേളയിൽ മാറ്റുരച്ചു. 13 വേദികളിലായി 15 മത്സര ഇനങ്ങളാണ് കലാമേളയുടെ ഭാഗമായി അരങ്ങേറിയത്. അത്യന്തം ആവേശം നിറഞ്ഞ മത്സരങ്ങൾ കാണാൻ 3000ഓളം പേർ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ അബ്ബാസിയയിൽ എത്തി. കലാ കുവൈറ്റ് പ്രസിഡന്റ് അനൂപ് മങ്ങാട്ടിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ലോക കേരള സഭാംഗം R നാഗനാഥൻ ഉദ്ഘാടനം ചെയ്തു. വനിതാവേദി ജനറൽ സെക്രട്ടറി ആശാലത ബാലകൃഷ്ണൻ, ബാലവേദി ജനറൽ സെക്രട്ടറി അഞ്ജലീറ്റ രമേശ്, കലാ കുവൈറ്റ് ട്രഷറർ അനിൽകുമാർ, ജോയിന്റ് സെക്രട്ടറി ബിജോയ്, വൈസ് പ്രസിഡന്റ് റിച്ചി K ജോർജ്, അബ്ബാസിയ മേഖലാ സെക്രട്ടറി നവീൻ എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു. കലാ കുവൈറ്റ് ജനറൽ സെക്രട്ടറി സജി തോമസ് മാത്യു സ്വാഗതം ആശംസിച്ച ചടങ്ങിന് ബാലകലാമേള 2024 ജനറൽ കൺവീനർ അജ്നാസ് മുഹമ്മദ് നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ആദർശ് സ്വൈക്ക അഹമ്മദി ഗവർണറേറ്റിന്റെ പുതിയ മേധാവി ഷെയ്ഖ് ഹമദ് സ്വാലിഹ് ഹമു കൂടിക്കാഴ്ച നടത്തി. ഗവർണറായി നിയമിക്കപ്പെട്ട ഷെയ്ഖ് ഹമദ് സ്വാലിഹിനെ അംബാസിഡർ അഭിനന്ദിച്ചു. തന്റെ അധികാരപരിധിയിലുള്ള ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമത്തിനായി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു. ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. നന്ദി.